ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഈ കാണുന്ന ഏരിയയിലാണ് വണ്ടി വെക്കാനായിട്ടൊരു ഷീറ്റ് വർക്ക് ചെയ്യാനുള്ളത്. ഇവിടെ സെൻറ്ററിൽ നമ്മൾ തൂണ് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കസ്റ്റമർ അത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ തൂണ് വെക്കുന്നില്ല, രണ്ട് എൻഡിൽ മാത്രം തൂണ് വെച്ചിട്ട് അത് ബീം ഡബിൾ അടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൂണ് രണ്ടെണ്ണം വരുന്നത് 2.5 ഇഞ്ചിൻ്റെ ആണ്. അതുപോലെ പ്ലേറ്റ് ഫുള്ളായിട്ട് ഭിത്തിക്ക് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. കാണുന്ന രീതിയിൽ പ്ലേറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പട്ടികയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബീമും റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. 3.5 നമ്മൾ ബീം അടിക്കുന്നത്. ഇനി ചുറ്റും 1 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിത് സെറ്റാക്കുന്നത്. 9 മീറ്ററാണ് നമുക്ക് ഈ ഒരു ഏരിയ കവർ ചെയ്യാനുള്ളത്. 8 മീറ്ററിന് നമ്മൾ ബീം സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 അടി ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തനെ വീതിക്കും കുത്തനെയൊക്കെ പൈപ്പ് 1 ഇഞ്ച് തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ പൈപ്പ് ഇതുപോലെ ചെരിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൗൺ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് 1.5 സ്ക്വയറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ഹെവി ആയിട്ട് അത്യാവശ്യം സ്ട്രോങ്ങിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് ടൈം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 തൂണ് ഇതുപോലെ കുഴിച്ചിട്ടുണ്ട്. അതേപോലെ ബീം ഇനി സെറ്റാക്കാനുണ്ട്. പ്ലേറ്റൊക്കെ അടിച്ച് നേരത്തെ സെറ്റാക്കിയത് കൊണ്ട് തന്നെ കഴുക്കോലും കൂടെ അതിൻ്റെ ഒപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീം കയറ്റിയ ഉടനെ തന്നെ കഴുക്കോലും കൂടെ വെക്കേണ്ടി വരും. അപ്പം നമ്മൾ തൂണിൻ്റെ മുകളിലേക്ക് ബീം കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി പോലും അത്രയും ഇത് വരുമ്പം ഒട്ടും തന്നെ ഡൗൺ ആയിട്ടില്ല. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം ഡൗൺ ഒട്ടും ആയിട്ടില്ല. ഇനി കഴുക്കോല് വരുന്ന 2.5 പ്ലേറ്റിലേക്ക് വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ കഴുക്കോലും ഇതുപോലെ തന്നെ വെച്ച് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ടൊരു കഴുക്കോലും കൂടെ വെക്കാനുണ്ട്. അത് ഒരു മുമ്പ് ഷീറ്റ് ഇട്ടതിൻ്റെ ഒരു തൂണുണ്ട്, അതേൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ അതുകൊണ്ട് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അത് ലാസ്റ്റ് വെക്കുന്നതാണ്. വർക്കുകളൊക്കെ ഇപ്പം കുറച്ചായിട്ട് തിരക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ വളരെ കുറഞ്ഞ ടൈം മാത്രമാണ് കിട്ടുന്നത്. എല്ലാ കസ്റ്റമേഴ്സിനും കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം എടുത്ത് നമുക്ക് വർക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ കഴുക്കോല് നമ്മളൊരു ചെറിയൊരു തൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഫിറ്റ് ചെയ്യുന്നത്. ഫിക്സഡ് ബോൾട്ട് അടിച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. പട്ടിക നമ്മൾ എല്ലാം അടിച്ചിട്ടുണ്ട്. അതുപോലെ പട്ടികയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു ലെവൽ നോക്കിയിട്ട് നമ്മൾ കഴുക്കോല് ലാസ്റ്റത്തേക്ക് വെച്ചതാണ്, ലാസ്റ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്തിയും വരുന്നുണ്ട്. ഇതിന് യൂറോഗാർഡിൻ്റെ പാത്തിയാണ്, വൈറ്റ് കളർ പാത്തിയാണ് വരുന്നത്. വൈറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോഴുള്ള ബെൻഡ് കാര്യങ്ങൾ കുറവാണ്. സാധാരണ ഗ്രേ ഒക്കെ വെക്കുന്നിടത്ത് നല്ല രീതിയിൽ ബെൻഡ് ആവുന്നതും പാത്തി പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇപ്പോൾ വൈറ്റ് തന്നെയാണ് വെക്കാറുള്ളത്. ലാസ്റ്റ് വെക്കാനുള്ള കഴുക്കോല് നമ്മൾ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. വർക്കുകൾ ഓരോ സ്ഥലത്തിനനുസരിച്ചും കസ്റ്റമേഴ്സ് അനുസരിച്ചും മാറി മാറി അവർക്ക് എങ്ങനെയാണോ ചെയ്യാനുള്ളത് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ തൂണൊക്കെ ഒഴിവാക്കി ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടെയാണിത്. പാത്തി ക്ലാമ്പൊക്കെ താഴെ തന്നെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കിയിട്ടാണ് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ കഴുക്കോല് നമ്മൾ തൽക്കാലം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി അതിന് തൂണും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. പാത്തി ക്ലാമ്പ് അളവ് മാർക്ക് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി പെയിൻ്റൊക്കെ ടച്ച് ആക്കിയിട്ടുണ്ട്. ഇനി നേരെ എടുത്ത് മുകളിലേക്ക് വെച്ച് അതിൻ്റെ ലെവൽ ചെയ്യാറുള്ളത്.
തൂണ് നമ്മൾ പിന്നെ തൽക്കാലം ഒന്ന് കുഴിയൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഇത് സെറ്റായതിന് ശേഷം ആ മണ്ണൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും കല്ലൊക്കെ ഇട്ട് നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത് റെഡി ആയതിന് ശേഷം വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നതാണ്. GI പൈപ്പാണ് നമ്മൾ തൂണിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ വർക്ക് സെറ്റായിട്ടുണ്ട്. ഇനി പാത്തി ഫിറ്റാക്കുകയാണ്. ഈ ഒരു സൈഡിലേക്കാണ് വെള്ളം പോകാൻ വേണ്ടി ഡ്രോപ്പർ ഇട്ട് വെച്ചിട്ടുള്ളത്. ക്ലാമ്പുകളൊക്കെ പരമാവധി അടുപ്പിച്ച് തന്നെയാണ് ക്ലാമ്പ് വെച്ചിട്ടുള്ളത്. സിലിക്കോണ് ക്ലിയർ വെതർ പ്രൂഫ് സിലിക്കോണാണ് നമ്മൾ ഭാഗത്തേക്ക് സാധാരണ അടിക്കാറുള്ളത്. ഇപ്പോൾ യൂറോഗാർഡിൻ്റെ ഫിറ്റിങ്സൊക്കെ നല്ല ഫിറ്റിങ്സാണ് വരുന്നത്. അതുകൊണ്ട് ലീക്കിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. മുമ്പുള്ള സ്ക്വയർ പാത്തിയുടെയൊക്കെ ഫിറ്റിങ്ങുകളൊക്കെ ലീക്ക് വരാൻ സാധ്യത കൂടുതലായിരുന്നു. ഷീറ്റിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷാക്കിയിട്ടുണ്ട്. സ്ക്രൂ അടിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വർക്ക് നമ്മൾ ഷീറ്റ് ആദ്യം ഭിത്തിയുടെ ഒരു ലെവല് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു 3 ഷീറ്റ് ഇട്ട് അതിൻ്റെ ലെവലൊന്ന് ഭിത്തിയായിട്ട് നോക്കിയിട്ടാണ്, ഭിത്തിക്ക് ഫുൾ ടച്ചാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ബാക്കി ഷീറ്റ് ഇടാനുണ്ട്. നമ്മൾ ആദ്യം വെച്ച് നോക്കിയതിന് ശേഷമാണ് ഫുൾ ഷീറ്റ് ഇടുന്നത്. നമ്മളിവിടെ ഡ്യൂറാമേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 3/7 തിക്നെസ് ഉള്ള ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കമ്പനിയെ 20 വർഷം ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വർക്ക് ഫിനിഷാക്കിയിട്ടുണ്ട്. 2 പില്ലറിൽ ഒരു പ്രശ്നവുമില്ല. നല്ല കൂളായിട്ട് ഈ സാധനം നിൽക്കും. ഡൗൺ ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഡൗൺ ആവുന്നതാണെങ്കിൽ നമ്മളിത് കയറ്റി വെക്കുമ്പോൾ തന്നെ ഡൗൺ ആവേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. വലിയൊരു ലെങ്ത്തിലുള്ള വീഡിയോ ഒന്നും നമ്മൾ ഇപ്പോൾ എടുക്കാൻ സമയം കിട്ടാറില്ല. പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.